നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാങ്കുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. ദേവിക, ഒരു മിനിറ്റ്. എനിക്ക് ദേവികയെ സഹായിക്കാൻ കഴിയും. വീട് വെക്കുന്ന കാര്യം അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. പക്ഷേ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം ഞാൻ തരാം. ആശുപത്രി അടയ്ക്കാനുള്ളതിനും നമുക്ക് പരിഹാരം ഉണ്ടാകാം. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തില് കുറച്ച് മാറ്റം വരുത്തണം. എന്ത് മാറ്റം? ഞാനൊരു ദുഷ്ടനൊന്നുമല്ല. സുധി സാറിന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വീടൊന്ന് വിറ്റ് തന്നാ മതി. ആ തുക മതി ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന കമ്മീഷൻ ഞാൻ തരാം. അല്ലാതെ വ്യക്തിപരമായി നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. വീട് വിറ്റാലല്ലേ പ്രശ്നങ്ങളൊക്കെ തീരൂ. ദേവികയുടെ വീട് വിൽക്കാൻ എന്നെയാണ് സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വീട് വിൽക്കണ്ട, പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ കേക്കണ്ടേ സാർ? ഒരേ വാശി. ഞാൻ എന്ത് ചെയ്യും? റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെങ്കിൽ ഇപ്പൊ പഴയതുപോലൊന്നും നടക്കുന്നുമില്ല. വീട് വിൽക്കുന്ന കാര്യം ദേവിക സാറിനോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു. ആ പാവം, വീട് വെക്കുന്നതിൽ ഒരുപാട് സങ്കടം കാണും. ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യും ചേർത്തെ? ദൈവം എന്നെ വീഴ്ത്തിക്കളഞ്ഞില്ല. സാർ, ഡോക്ടറും ദേവികയും ചേർന്ന് സുധി സാറിനോട് കള്ളം പറഞ്ഞതാ. എത്ര വലിയ സർജറി നടത്തിയാലും വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. കിടക്കയില് ഇങ്ങനെ അങ്ങ് ജീവിക്കാം, അത്രേ ഉള്ളൂ. എന്നാലും സാരമില്ല, സാറിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടുമല്ലോ. സാറ് വിഷമിക്കണ്ട. എത്രയും വേഗം ദേവികയുടെ വീട് വയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. പിന്നെ കുറച്ചു മുമ്പ് ആ ബാങ്കുകാർ വന്നിട്ട് പോയി. ആ പുതിയ വീടിന്റെ ലോണിന്റെ കാര്യം സംസാരിക്കാൻ. സാറിനെ കാണാനാ സത്യത്തിൽ അവര് വന്നത്. ദേവിക അവരെ അകത്തേക്ക് കയറ്റിയില്ല സാർ. അത് നന്നായി അല്ലേ? അല്ലെങ്കിൽ ഈ ബാങ്കുകാരെന്ന് പറയുന്നവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനം. അല്ലെങ്കിൽ പിന്നെ ICU കിടക്കുന്ന പേഷ്യന്റിനോട് ലോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അമര് വരൂ. ദേവിക ചെയ്ത് തന്നെ നന്നായത്. ആ വീടും കൂടി ഒന്ന് വിറ്റാലോന്ന ഇപ്പൊ എന്റെ ആലോചന. ഇനിയും അതവിടെ കിടന്ന ദേവികയ്ക്കത് കൂടുതൽ ബാധ്യതയാവുകയുള്ളൂ. അത് നേരെ സാറേ. ആദ്യം ഈ വീടിന്റെ കച്ചവടം ഒന്ന് കഴിയട്ടെ. അതിന്റെ കാര്യത്തിലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ആ വീട് വിൽക്കുന്ന കാര്യം ദേവിക അറിയരുത്. അറിഞ്ഞാൽ അവള് സമ്മതിക്കില്ല. ദേവികയുടെ വീട് വിൽക്കുന്ന പണം കൊണ്ട് എല്ലാത്തിനും കൂടി തികയില്ല സാറേ. ദേവിക ഇനിയും ഒരുപാട് ഓടേണ്ടി വരും. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് നീ അവളെ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. സാറ് പറഞ്ഞ ഞാൻ ചെയ്യാതിരിക്കൂ. അത് ഞാൻ ഏറ്റു സാറേ. ദേവിക്ക് എന്ത് സഹായത്തിനും ഞാനുണ്ടാവും സാറേ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ പറ്റൂ. ശരി. എന്താടി ഇതൊക്കെ? നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ അതോ വല്ലൊരു വാങ്ങിച്ചു തന്നോ? ആര് വാങ്ങിച്ചു തരാൻ? ഇതൊക്കെ ഞാൻ എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. നിന്റെ കാശോ? അതിന് നിന്റെ കയ്യിൽ എവിടെ നടി ഇത്രയ്ക്ക് മാത്രം കാശ്? ഇതിന് അങ്ങനെ അതിന് മാത്രം കാശൊന്നും ആയില്ല. ഡിസ്കൗണ്ട് സെയിലിൽ വാങ്ങിയതാ. എല്ലാം കൂടി ഒരു 15,000 രൂപ. 15,000 രൂപയോ? എന്താ രണ്ടുപേരും കൂടി? എടി പാർവതി,
ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇവള് 15,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളാ ഇതൊക്കെ. ഡിസ്കൗണ്ട് സെയിലാണ് പോലും. സത്യാണോടി? നിനക്ക് എവിടുന്ന് കിട്ടി 15,000 രൂപ? അതും ഈ വീട്ടിലെ കാശിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളപ്പോ? അതൊക്കെ ഞാൻ കൂട്ടി വെച്ചിരുന്ന കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളാ. ഇന്ന് അതെല്ലാം കൂടി എടുത്തു. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയില്ലേ? എന്നിട്ടും ഞങ്ങളോട് പോലും പറയാതെ നീ ഇതൊക്കെ വാങ്ങി. നിനക്ക് നിന്റെ സ്വന്തം കാര്യം മാത്രം. ഈ വീട്ടിലെ പണത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും അച്ഛനെ ഒന്ന് സഹായിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ? അമ്മേ, ഇതിനങ്ങനെ വലിയ കാശൊന്നും ആയിട്ടില്ല. ഞാൻ എന്റെ കുടുക്കയിലും വഞ്ചിയിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന പൈസയാ. എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സ് വേണമായിരുന്നു, കുറച്ച് പെർഫ്യൂംസും വേണമായിരുന്നു. ഞാനൊരു പെൺകുട്ടിയല്ലേ അമ്മേ, എനിക്ക് ആവശ്യങ്ങളൊക്കെ ഇല്ലേ? ഇതിന്റെ പേരിൽ ഇവിടെ ആരും ഒരു വഴക്കിനും വരണ്ട. അച്ഛൻ വരുമ്പോ പറയാനും പോണ്ട, മനസ്സിലായല്ലോ? കണ്ടില്ലേ അമ്മേ, അവളെ ചെയ്തതിന് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാനാ? അവളുടെ കാശ് അവളുടെ ഇഷ്ടം. അയ്യോ, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൾ എന്റെ ശത്രുവാകാൻ. എന്നാലും അമ്മയ്ക്ക് അവളെ ഒന്ന് ഉപദേശിച്ചൂടെ? ഉപദേശിക്കണോ? ഇപ്പൊ തന്നെ ഉപദേശിച്ചേക്കാം. നിത്യേ, എടി നിത്യേ, നിന്നെ എന്താടി? ഞാൻ വന്നപ്പോ നീ അലമാര പൂട്ടി. ഞാൻ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മുത്തശ്ശിക്ക് കാണാൻ പറ്റാത്ത ഒന്നും ഇതിനകത്തില്ല. മുത്തശ്ശിക്കുള്ളതേ ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചതാ. നോക്ക്, നല്ല മണമുണ്ട്. ഇത് കൊള്ളാം. ഇന്നാള് നിന്റെ അമ്മ ഒരെണ്ണം വാങ്ങിച്ചു തന്നായിരുന്നു. ശോ, കാശിന് കൊള്ളത്തില്ലായിരുന്നു. അല്ലേലും എന്റെ മനസ്സറിയാവുന്നത് നിനക്കാ. അത് കറക്റ്റാ. ഞാൻ വാങ്ങിച്ചു തന്ന ഒന്നും ഇന്ന് വരെ കൊള്ളില്ലെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ എന്നെ ഇപ്പൊ ഇങ്ങോട്ടേ പുറത്തുനിന്ന് അകത്തേക്ക് തള്ളിവിട്ടതാ. എന്തിന്? ഉപദേശിക്കാൻ. നിന്നെ ഞാൻ ഉപദേശിച്ച് നന്നാക്കണം പോലും. അതിന് ഞാൻ അനാവശ്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, മുത്തശ്ശിക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടോ? ഉപദേശിച്ച് നേരെയാക്കാനും വേണ്ടി ഞാൻ വഴുതെറ്റി പോയിട്ടുണ്ടോ? ഏയ്, എവിടുന്ന്? നീ എന്റെ പേരക്കുട്ടിയല്ലേ, നിനക്കൊരിടത്തും വഴി തെറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യം നോക്കാൻ നിനക്കറിയത്തില്ലേ? അതിനുള്ള പ്രായവും പക്വതയും ബുദ്ധിയും ഒക്കെ നിനക്കുണ്ട്. അതെങ്ങനെയാ ഈ വീടിനപ്പുറം ലോകം കാണാത്തവളോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാ പിന്നെ മുത്തശ്ശി ചെന്ന് അമ്മയോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് ഇപ്പൊ വരാം. ഒരു കൂതറ സ്പ്രേ തന്നിട്ട് അവളെന്നെ കുപ്പിയിലാക്കാൻ നോക്കുക. അവളെ ഉപദേശിക്കാൻ പോയ എന്നെ വേണം തല്ലാൻ. എന്തു പറ്റി? മുത്തശ്ശിയും കൊച്ചുമോളും കൂടി വലിയ കൂട്ടായിരുന്നല്ലോ. കൊച്ചുമോളാണെന്ന് വെച്ച എല്ലാ കാര്യത്തിനും എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പ്രായപൂർത്തിയായ പെണ്ണാ അവള്. അവളെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നീ സംശയിച്ചത് ശരി തന്നെ അടി. എന്ത്? എടി, അവളിപ്പോ വാങ്ങിച്ചോണ്ട് വന്ന ആ സാധനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെവിടുന്നാന്നാ നിന്റെ വിചാരം? അമ്മയോട് അവളെന്തെങ്കിലും പറഞ്ഞോ? കൊള്ളാം. അവള് പറയാനോ? രഹസ്യം സൂക്ഷിക്കാനൊക്കെ അവൾക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും ഞാൻ ചിലതൊക്കെ ഊഹിച്ചു. ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. അമ്മ എന്ത് കണ്ടു? പറയമ്മേ, അമ്മയുടെ കണ്ണിൽ എന്താ കണ്ടത്? ഞാൻ ആ ശരത്തിന്റെ കാര്യമാ പറഞ്ഞു വരുന്നത്. അവനും അവളും തമ്മിൽ എന്തോ ഏർപ്പാടുണ്ട്. അവൻ ഇവിടെ വരുമ്പോഴുള്ള അവരുടെ സംസാരവും കളിയും ചിരിയും ഒക്കെ പലവട്ടം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നെനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയതാ. എന്നിട്ട് അമ്മ എന്താ ഇക്കാര്യം ഇതുവരെ പറയാതിരുന്നത്?
ഞാൻ പറഞ്ഞ ആര് വിശ്വസിക്കും? അല്ല, നീ വിശ്വസിക്കോ? നിന്റെ ഭർത്താവ് വിശ്വസിക്കോ? സ്വന്തം മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കത്തില്ലേ? കേറി കിടക്കാൻ ഇടവില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല.